നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾഡ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 26/10/2025 ഞായറാഴ്ച റബ്ബർ വില. ഇനി റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 189, RSS 5 കിലോ 185, ISN 20 165 മുതൽ 50 പൈസ, ലാറ്റക്സ് 60% 126 മുതൽ 80 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 189, RSS 5 കിലോ 185. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 179, ലോട്ട് കിലോ 167 മുതൽ 172 ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 124, 60% DRC ഒട്ടുപാൽ കിലോ 93 രൂപയാണ്. ഇനി ഫീൽഡ് ലാറ്റിക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റിക്സ് 169, 25% DRCയുള്ള 200 ലിറ്റർ ബാരൽ ഉള്ളതിന് 8450, 30% DRCയുള്ള 200 ലിറ്റർ ബാരൽ ഉള്ളതിന് 10140, 35% DRCയുള്ള 200 ലിറ്റർ ബാരൽ ഉള്ളതിന് 11830 രൂപയാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 181, RSS 5 കിലോ 177, ISNL 20 163 മുതൽ 164 ആണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 104 മുതൽ 112 രൂപയാണ്. ഇനി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാമിൻ്റെ മുകളിൽ 115 രൂപയും 1 പവൻ്റെ മുകളിൽ 920 രൂപയാണ് കൂടിയിരിക്കുന്നത്. സ്വർണ്ണവില താന്നിട്ട് വീണ്ടും കൂടുകയാണ്. സ്വർണ്ണവില എങ്ങോട്ട് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുമോ? ഇനി സ്വർണ്ണവില 22 ക്യാരറ്റ് 1 ഗ്രാം 11,515, 1 പവൻ 92,120. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,562, 1 പവൻ 1,04,496. അതുപോലെ ഈ 18 ക്യാരറ്റ് 1 ഗ്രാം 9,422, 1 പവൻ 75,376. ഇതാണ് സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, പച്ചത്തേങ്ങ ചകരിയുള്ളത് 60 മുതൽ 80, അടയ്ക്ക പുതിയത് 350, പഴയത് 360, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കൊപ്ര എടുത്തപടി 219, കൊക്കോ 340, കച്ചോലം ഉണങ്ങിയത് 600, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊടിക്കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 250, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670, കുരുമുളക് അൺകാർബിൾഡ് കിലോ 693, കുരുമുളക് പുതിയത് കിലോ 683, കുരുമുളക് ഗാൾവ് കിലോ 713, ചുക്ക് വെസ്റ്റ് 250, മഞ്ഞൾ സേല 155, പൈനാപ്പിൾ പച്ച 32, പഴം 35. നെല്ല് 2300 കിൻഡലിന്. വിപണിയെ പിടിച്ചു നിർത്താൻ വേണ്ടി സംസ്ഥാന സിവിൽ സർവീസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പോകുന്ന ക്രിസ്മസ് വിപണിയും പുതുവത്സര ആഘോഷകാലത്തെ ആവശ്യം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഓണം വിപണിയെ ലക്ഷ്യമാക്കി നല്ല രീതിയിൽ കാര്യക്ഷമമായ ഇടപെട്ടതിൻ്റെ ഫലമായി മിക്ക ആൾക്കാർക്കും യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പ്രയോജനം കിട്ടി. ഒരു താരമായിരുന്നു വെളിച്ചെണ്ണയുടെ വില വളരെയേറെ കൺട്രോൾ ചെയ്ത് സപ്ലൈകോ വഴി 2 ലിറ്റർ വഴിയാണ് കാർഡ് വഴി കൊടുത്തത് അന്ന് ഓണത്തിന്. എന്തായാലും സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസമെന്ന പദ്ധതിയായിരുന്നു. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകും. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനും മറ്റും വിലകളും ഈ ചാനലിലൂടെ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും.